അണക്കര മൗണ്ട് ഫോർട്ട് സ്കൂളിൽ കഴിഞ്ഞ 6 ദിവസങ്ങളിലായി നടന്നുവന്ന കലോത്സവം സമാപിച്ചു. സോനോര 2026 എന്ന പേരിൽ നടന്ന കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 6 ദിവസങ്ങളിലായി വിവിധ കാറ്റഗറികളിൽ ഉൾപ്പെടുത്തി 140 മത്സരങ്ങളിലായി 1000-ൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. 4 ഹൌസുകളായാണ് കുട്ടികൾ മത്സരിച്ചത്. മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഗബ്രിയൽ ഹൌസ് ഓവറോൾ ചാമ്പ്യന്മാരായി. ലൂയിസ് ഹൌസ് 2ാം സ്ഥാനവും ട്രീസ ഹൌസ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മത്സരങ്ങൾക്ക് ശേഷം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. കലയും കായിക വിനോദങ്ങളും പഠനവുമായിരിക്കണം കുട്ടികളുടെ ലഹരിയെന്ന് MLA കുട്ടികളെ ഓർമ്മിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ അദ്ദേഹം വിതരണം ചെയ്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കാലിഫോർണിയയിലെ റോബോട്ടിക് സ്റ്റാർട്ടപ്പ് എഞ്ചിനീയറുമായ എഡ്വിൻ ജോർജ് ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രിൻസിപ്പൽ ബ്രദർ ഇഗ്നേഷ്യസ് ദാസ് എൽ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്രദർ സൂസൈ രാജ്, ബ്രദർ അഗസ്റ്റിൻ രാജ്, വൈസ് പ്രിൻസിപ്പൽ ബേബി ജോസ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ മിലാഷ റോയി, സിന്ധു മാത്യു, കാവ്യ എസ് ലാൽ, റോഷൻ ജോസഫ്, ഇമ്മാനുവൽ R എന്നിവർ കലോത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയ കുട്ടികൾ പിന്നീട് നടക്കുന്ന ഇടുക്കി സഹോദയ കലോത്സവത്തിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, അണക്കര.